യഥാർത്ഥത്തിൽ ജീവിതം അനുഭവിക്കേണ്ടത് പാരത്രിക ലോകത്താണ് എന്ന സത്യം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളംബരപ്പെടുത്തിയപ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തിന്റെ ചരിത്ര വഴികൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷത്തെ പ്രബോധനകാല ജീവിതം കൊണ്ട് ഈ സമൂഹത്തിന് വ്യക്തമായി സമർപ്പിക്കപ്പെടുകയും ഹജ്ജത്തുൽ വദാഇന്റെ സന്തോഷകരമായ ഒരു വേളയുണ്ട്. ഈ 60ാം വാർഷിക സമ്മേളനത്തിന്റെ ജനലക്ഷങ്ങൾ സംഗമിക്കുമ്പോൾ പരിശുദ്ധമായ അറഫ മൈതാനിയിൽ തടിച്ചുകൂടിയ ലക്ഷങ്ങളെ സാക്ഷിയാക്കി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ച വിളംബരപ്പെടുത്തിയ ഒരു സത്യം, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധമായ മതത്തിന്റെ പ്രബോധന ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ മഹത്തായ മതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടിച്ചുകൂടിയ 10,000 സ്വഹാബത്തിന് ഒരു കാര്യം ഏൽപ്പിക്കുകയുണ്ടായി. അതാണ് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം. ആ പ്രബോധനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ നേരിട്ട് അനുഭവിച്ച സാക്ഷികളായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നേരിട്ട് ഏറ്റെടുക്കുകയാണ്. ആ ഏറ്റെടുക്കലിന്റെ പ്രകാശിതമായ ചരിത്രമാണ് 3 പതിറ്റാണ്ട് നീണ്ടുനിന്ന മഹാന്മാരായ 4 ഖുലഫാഇന്റെ ഭരണ ചരിത്രം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനത്തോടെ ചങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കും, ഭൗതികമായ താൽപര്യങ്ങളോ സ്വാധീനങ്ങളോ അല്പം പോലും സ്പർശിക്കാതെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടയോട്ടത്തിനു തയ്യാറായ ഇന്നത്തെ ഏറ്റവും സമർപ്പിതമായ യുവതയാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കരുത്ത്. 4 ഖലീഫമാർ നമ്മുടെ പാഠശാലകളിൽ കൃത്യമായി നമ്മൾ അഭ്യസിച്ചതാണ്. 4 ഖലീഫമാരുടെ ചരിത്രം, ആ മഹത്തായ ജീവിത ദർശനങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരരെ, നമുക്കറിയുമല്ലോ, കേരളീയ മുസ്ലിം ചരിത്രത്തിൽ ഇതിഹാസത്തിന്റെ 2 ഘട്ടങ്ങളുണ്ട്. ആ 2 ഘട്ടങ്ങൾ 1920കളിൽ മഹത്തായ കേരളീയ മുസ്ലിം ചരിത്ര പാരമ്പര്യത്തെ തകർക്കാൻ രംഗത്ത് വന്ന പുത്തൻവാദത്തിന്റെ ചിന്തകളെയും ചിറകുകളെയും നശിപ്പിക്കാൻ കേരളത്തിലെ സയ്യിദ് തറവാട്ടിലെ കുലപതിയായിരുന്ന മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറ മഹാനവറുകളുടെ നേതൃത്വത്തിൽ സംഘാടന പാഠവും കൊണ്ട് കേരളീയ മുസ്ലിങ്ങൾക്ക് വലിയ മുന്നേറ്റം പകർന്ന മഹാനായ പാങ്ങിൽ AP അഹ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, ഈ മഹാരഥന്മാരായ 2 സാത്വികരുടെ നേതൃത്വത്തിൽ കേരളീയ മുസ്ലിം ചരിത്രത്തിന്റെ ഉയർന്നെഴുന്നേൽപ്പിന്റെ മുന്നേറ്റത്തിന്റെ വലിയ ഗാഥയായിരുന്നു അത്. നമുക്കറിയാൻ സാധിക്കും, ചരിത്രം പഠിക്കുമ്പോൾ മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഘട്ടത്തിൽ ആദർശ തീവ്രതയുടെ സർവപാഠങ്ങളെയും ലോക മുസ്ലിം സമൂഹത്തിന് ജീവിതത്തിലൂടെ സമർപ്പിച്ച ആദർശ തീവ്രതയുടെ പര്യായമായ പ്രതീകമായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാൻ സാധിക്കും, ഒരു വേള ഇസ്ലാമിക സമൂഹം പ്രക്ഷുബ്ധമായ ഒരു ഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞു, ആഭ്യന്തര സംഘർഷങ്ങളെ നമുക്ക് അവസരം വരുമ്പോൾ കൈകാര്യം ചെയ്യാം, അതുകൊണ്ട് ബാഹ്യ ശത്രുക്കളെ നമുക്ക് പരിശോധിക്കാം, അവരെ നമുക്ക് ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, ലൗ മനഊനി ഖാല ലഖാതൽതുഹും അലൈഹാ. ഇസ്ലാമിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് ഈ പരിശുദ്ധമായ മതത്തെ ശിഥിലീകരിക്കാനും ഛിദ്രീകരിക്കാനും
ആരൊക്കെ രംഗത്ത് വരുന്നുവോ അവരോട് ഞാൻ സമരം ചെയ്യും, അത് ഞാൻ ഒറ്റക്കാണെങ്കിലുമെന്ന് പ്രഖ്യാപിച്ച ധീരതയുടെ ഒരു ചരിത്രം സഹോദരങ്ങളെ നമുക്ക് മറക്കാനാവില്ല. അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഒട്ടകത്തിന്റെ മൂക്കുകയറാണ് സകാത്തിന്റെ ഭാഗമായി നിഷേധിക്കപ്പെടുന്നതെങ്കിൽ പോലും ആ ഒട്ടകത്തിന്റെ മൂക്കുകയർ നിഷേധിക്കുന്ന ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ, ഛിദ്രശക്തികൾക്കെതിരെ ഈ അബൂബക്കർ അന്ത്യം വരെ പോരാടും, അത് ഞാൻ തനിച്ചാണെങ്കിലും എന്ന് പഠിപ്പിച്ച മഹത്തായ ആദർശ തീവ്രതയുടെ ഒരു ചരിത്രമുണ്ട് സഹോദരങ്ങളെ. ആ ഒരു ചരിത്രമായിരുന്നു നമ്മുടെ ആദരണീയരായ താജുൽ ഉലമ നമ്മെ പഠിപ്പിച്ചത്. കേരളീയ മുസ്ലിം ചരിത്രത്തിന്റെ ഇന്നലകളെ വിസ്മരിച്ച് പുത്തൻവാദത്തിന്റെ പിന്നാലെ പോകാൻ ഒരു കൂട്ടം രംഗത്ത് വന്നപ്പോ മഹാനായ താജുൽ ഉലമ ഈ ആദർശ കേരളത്തിന് ശക്തിയും കരുത്തും പകർന്നു പറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട്. അതാണ് ചരിത്ര പ്രസിദ്ധമായ വലൗ വഹ്ദി വലൗ വഹ്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മറക്കാനായിട്ടില്ല ആ വാക്കുകൾ. ചരിത്രത്തിൽ സ്വർണ്ണനിധികളാൽ എഴുതപ്പെട്ട, സ്വർണ്ണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ചരിത്രമാണത്. ഞാൻ ഒറ്റക്കാണെങ്കിലും ആദർശ പോരാട്ടത്തിന്റെ മുന്നിൽ ഞാനുണ്ടായിരിക്കുമെന്ന് പഠിപ്പിച്ച താജുൽ ഉലമയുടെ മഹത്തായ ആദർശ ധീരത പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയതാണ്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഞാൻ ചരിത്രം സംസാരിക്കുന്നില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഈ 4 ഖുലഫാഇന്റെയും ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങളെയും ദർശനങ്ങളെയും ജീവിതത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ തലയെടുപ്പുള്ള 40 ഉലമാ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശബോധമുള്ള, ആദർശം എവിടെയും പണയപ്പെടുത്തിയിട്ടില്ലാത്ത, മരിക്കേണ്ടി വന്നാൽ പോലും അതിനൊരുക്കമല്ലാത്ത മഹാരഥന്മാരായ 4 ആലിമ്യങ്ങൾ. ഈ ആലിമ്യങ്ങളാണ് കേരളത്തിന്റെ മുസ്ലിം സഞ്ചാരത്തിന്റെ ദിശ നിർണയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. മറ്റാരുമല്ല, കേരളീയ മുസ്ലിങ്ങൾക്കൊരു പാരമ്പര്യമുണ്ടല്ലോ. ആ പാരമ്പര്യം മഖ്ദൂമിന്റേതാണ്, മമ്പുറന്തങ്ങളുടേതാണ്, ആലിം ശ്രീയാരുടേതാണ്, ഉമർ ഖാദിയുടേതാണ്. ഈ മഹത്തായ പാരമ്പര്യം കേരള മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന്റെ വഴി കാണിച്ചു കൊടുത്തതാണ്. സമരത്തിന്റെ ചരിത്രമാണ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ സാമ്പത്തികമായ, സാമൂഹ്യമായ, രാഷ്ട്രീയമായ, സാംസ്കാരികമായ എല്ലാ മുന്നേറ്റത്തിന്റെയും ദിശ കാണിച്ചു കൊടുത്ത ഈ മഹത്തായ പാരമ്പര്യത്തിന്റെ ഇന്നത്തെ ആളുകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 ആലിമ്യങ്ങൾ. ആ 40 ആലിമ്യങ്ങളെ അവഗണിച്ചും ബഹിഷ്കരിച്ചും കേരളീയ മുസ്ലിം ചരിത്രമില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ, വരക്കൽ മുല്ലക്കോയത്തങ്ങളും പാങ്ങി AP അഹമ്മദ് കുട്ടി മുസ്ലിയാരും തുടങ്ങിയ മുന്നേറ്റത്തിന്റെ ചരിത്രത്തിന്റെ 2ാം ഘട്ടമായിരുന്നു 988 ശേഷം കേരളത്തിൽ സംഭവിച്ചത്. അന്ന് നമുക്ക് നേതൃത്വം നൽകാൻ മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പയായിരുന്നു. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹനീയമായ ആദർശ പോരാട്ട ചരിത്രത്തിന്റെ വഴിയിൽ നമുക്കൊരുമിച്ച് മുന്നേറാൻ സാധിക്കണം. മുസ്ലിം സമുദായത്തിന്റെ പരിതാപകരമായ, ദുരന്തപൂരിതമായ നിലവിലെ സാഹചര്യങ്ങളെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഈ സമുദായത്തെ തീവ്രവാദത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ ഭീകരവാദത്തിന്റെ പേരിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിച്ച് നിസ്സഹായതയുടെയും നിർവികാരതയുടെയും പേര് പറഞ്ഞു ഈ സമുദായത്തെ തീവ്രവാദത്തിന്റെ ബലിക്കല്ലിൽ കയറ്റാൻ ആരൊക്കെ ശ്രമിച്ചാലും ഈ പ്രസ്ഥാനം അതിനനുവദിക്കുകയില്ല എന്ന് ഈ പണ്ഡിത നേതൃത്വം തെളിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അധികാരത്തിന്റെ ചക്രരഥങ്ങളിലേക്ക്, അധികാരത്തിന്റെ രഥങ്ങളിലേക്കെത്താൻ മതത്തിന്റെ വൈകാരികതയെ പിടികൂടുന്ന ചില അല്പന്മാരുടെ മോഹങ്ങളെയും വിചാരങ്ങളെയും പദ്ധതികളെയും മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞും ആഗോള മുസ്ലിം സമുദായത്തിന്റെ ദൈക്ഷണികമായ കാഴ്ചപ്പാട് സമ്മാനിക്കാൻ നമുക്ക് നേതൃത്വമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു,
രാഷ്ട്രീയമായ സ്വാധീനത്തിന്റെ പേരിൽ, അധികാരപരമായ ശക്തിയുടെ പേരിൽ ഈ സമുദായത്തെ മുക്കിലിരുത്താമെന്നാണ് മോഹമെങ്കിൽ തീർച്ചയായും SYS-ന്റെയും SSF-ന്റെയും കർമ്മഭടന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ സാദാത്തുക്കളും ആലിമീങ്ങളും പറയുന്ന പടി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളീയ മുസ്ലിം സമുദായത്തിന്റെ മഹല്ലുകളിൽ ധാർമ്മിക വിപ്ലവത്തിന്റെ പരിവർത്തന ചരിത്രം സൃഷ്ടിക്കാൻ തീർച്ചയായും ശക്തരാണ്, സജ്ജരാണ് എന്ന് നാം മനസ്സിലാക്കുക. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഈ മഹത്തായ മുന്നേറ്റത്തിന്റെ വഴിയിലേക്ക് SYS-ന്റെ, SSF-ന്റെ, SMA-യുടെ, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഈ മഹത്തായ കൂട്ട